മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഒരു ആട്ടിടയന് അവൻ്റെ ഒരു ആടിനെ നഷ്ടപ്പെട്ടാൽ അവൻ ആ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോകും, 99 അവിടെ നിർത്തിയിട്ട്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം, നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകുന്ന സ്നേഹം. ഇതിനെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിന് വില നൽകുന്നവനാ ഈശോനാഥൻ. നിനക്ക് ഈശോ വില നൽകുന്നുണ്ട്, ഓരോ വ്യക്തികൾക്കും ഈശോ വില നൽകുന്നുണ്ട്. വ്യക്തിപരമായി സ്നേഹിക്കുകയും വില നൽകുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് അവിടുത്തെ കരുണയും കരുതലും സ്നേഹവും. നമ്മളൊക്കെ പലതും കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കണക്കിൽ അതൊന്നും പെടില്ല. ദൈവത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണക്ക് പോലെയല്ല. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ നമ്മൾ മാറ്റിവെക്കണം. ദൈവത്തിന് മുമ്പിൽ നമ്മളെ കണക്ക് കൂട്ടണ്ട, ദൈവിക കാര്യങ്ങളിൽ നമ്മൾ കണക്ക് കൂട്ടണ്ട. ആ കണക്കുകളൊക്കെ തെറ്റിപ്പോകുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവത്തിൻ്റെ കണക്കിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ അത് നമുക്ക് ചിന്തിക്കാനോ നമുക്ക് പറയാനോ സാധിക്കാത്ത വിധത്തിൽ വലുതാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. രണ്ടാമതായിട്ട് ഈ സുവിശേഷത്തിൽ ഈശോനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്, ഒരു സ്ത്രീക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അതിൽ വീടെല്ലാം അടിച്ചു വാരി തപ്പി ആ ഒരൊറ്റ നാണയം വീണ്ടെടുക്കുമ്പോൾ ആ സ്ത്രീക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാകുമോ, അതുപോലെയാണ് ദൈവത്തിന് ഒരു പാപി നഷ്ടപ്പെട്ട് അവൻ തിരിച്ചു വന്നാൽ ഉണ്ടാകുന്ന സന്തോഷമെന്ന് പറഞ്ഞു വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ ചവറുകൾക്കിടയിലാകുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും തപ്പിയെടുക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും പാപത്തിൻ്റെ ചവറ്റുകൂനയ്ക്കിടയിലാകാറുണ്ട്. പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മളൊക്കെ മറയ്ക്കപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവം ആ പാപത്തിൻ്റെ ചവറ്റുകൂനയ്ക്കിടയിൽ നിന്ന് ഞാനെന്ന ഒറ്റ നാണയത്തെ തപ്പിയെടുക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ അനന്ത കരുണ എന്ന് പറയുന്നത്. നമ്മളൊക്കെ എത്രമാത്രം പാപത്തിൻ്റെ ചവറ്റുകൂട്ടയിൽ അകപ്പെട്ടാലും ഞാനെന്ന ഒരു വ്യക്തിയെ ദൈവം തപ്പിയെടുക്കും. അവിടുന്ന് ആ ചവറ്റുകൂട്ടയിൽക്കൂടയിൽ പൊടി പിടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തപ്പിയെടുത്ത് നമ്മളെ ഏറ്റവും മനോഹരമാക്കി ചേർത്ത് നിർത്തും. അത്രയും സ്നേഹമുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെയൊക്കെ ബലഹീനതകൾ അവിടുത്തെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴും കുറവുകളെക്കുറിച്ച് അവിടുത്തെ മുമ്പിൽ സമ്മതിക്കുമ്പോഴും നമ്മളെ തോളിലെടുത്ത് സന്തോഷിക്കുന്ന കരുതലും സ്നേഹവുമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. ആ സ്നേഹം നമുക്ക് അനുഭവിക്കാം, ആ കരുതൽ നമുക്ക് അനുഭവിക്കാം. നിൻ്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയണം, നീ എന്ന വ്യക്തിയെ ദൈവം എത്രമാത്രം മാനിക്കുന്നുണ്ട്, നീ എന്ന വ്യക്തിയെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നീ എന്ന വ്യക്തിയെ ദൈവം എത്രമാത്രം കരുതലോടെ നോക്കുന്നുണ്ട്. നീ നഷ്ടപ്പെടാതെ അവിടുന്ന് നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. നീ ഇടയ്ക്കൊന്ന് പതറിയാലും ആ പതർച്ചയിൽ നിന്ന് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തും, നിന്നെ തോളിലേറ്റും, നിന്നെ ഓർത്ത് അവിടുന്ന് സന്തോഷിക്കും. അത്രയും സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം, നമ്മുടെ കുറവുകളെ കൊടുക്കാം, നമ്മുടെ ഇല്ലായ്മകളെ കൊടുക്കാം. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞാനെന്ന വ്യക്തിയെ അവിടുന്ന് എത്രമാത്രം കരുതുന്നു. നിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു, നിൻ്റെ കരുതലിന് നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ മുന്നോട്ടുള്ള ജീവിത വഴികളിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. വ്യക്തിപരമായി തന്നെ ഈ ദിവസം വരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ
ഇടപെടലുകളിൽ, അധ്വാനങ്ങളിൽ, പഠനങ്ങളിൽ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഇവരെ സഹായിക്കണമേ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. സർവ്വ തിന്മകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.